വെൽക്കം ടു ലവ് ഫുഡ് ട്രാവലിൻ്റെ പുതിയ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ഡിറ്റിനോടൊപ്പം 5 മച്ചന്മാരും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഡിഷാണ്, അമേരിക്കൻ ചോപ്സി. അപ്പം നമ്മുടെ കിച്ചണിലേക്ക് നേരെ വിട്ടാലോ? കമാ. ചോപ്പ് ചെയ്തിട്ടുള്ള ഗാർലിക്ക്, ജൂലിയം കട്ട് ചെയ്ത ക്യാരറ്റ്, 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 3 തരം ക്യാപ്സിക്കം, ഗ്രീൻ, യെല്ലോ, റെഡ്, പിന്നെ അതുപോലെ ക്യാബേജ് അര എടുത്തിട്ടുണ്ട്, അര ക്യാബേജ് നന്നായി സ്ലൈസ് ചെയ്ത്, ഒനിയൻ, ചോപ്പ് ചെയ്തിട്ടുള്ള ഒനിയൻ 2 ഒനിയൻ എടുത്തിട്ടുണ്ട്, നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ക്യാബേജ്, 3 തരം ക്യാപ്സിക്കം, ക്യാരറ്റ്, ഗാർലിക്കിൻ്റെ ഫ്ലേവറാണ് മെയിനായിട്ട് നിൽക്കേണ്ടത്. ഈ സെല്ലറി, ഒനിയൻ ലീക്സ്, അത് ഈ 2 തണ്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കാരണം ഇത്രയും ബിഗ് ക്വാണ്ടിറ്റി ഉണ്ടാക്കണതുകൊണ്ടാണ് കേട്ടോ ഇത്രയധികം വെജിറ്റബിൾസ്. ഇനി നൂഡിൽ എടുത്തിട്ടുണ്ട്, 1 കിലോൻ്റെ നൂഡിലാണ്, ചൈനീസ് നൂഡിൽസ്. അതിൽ വെള്ളത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് ഉപ്പിടാം. അതിൽ 800 ഗ്രാം നൂഡിലാണ് നമ്മളിപ്പോൾ ഇടണേ തിളച്ച വെള്ളത്തിൽ. അത് 3/4 വെന്തുണ്ട്. അധികം വെന്തുടയണ്ട കേട്ടോ, അല്ലെങ്കിൽ മിക്സി കോട്ടിങ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ വെന്ത നൂഡിൽ വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അത് തണുക്കാൻ വയ്ക്കാം. ചൂട്ടോടെ മിക്സ് ചെയ്ത് കഴിപ്പുള്ളൂ. അപ്പോൾ തണുത്തു. അതിലേക്ക് കോൺഫ്ലവർ നന്നായിട്ട് കോട്ടിങ് കൊടുക്കാൻ പോവാം. നന്നായിട്ട് എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവണ പോലെ. കണ്ടോ, ഇപ്പോൾ തീരെ ഒട്ടുമില്ല. കണ്ടോ, അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക കോൺഫ്ലവർ പൊടി. ഇനി കടായിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. നല്ല ചൂടാവുമ്പോൾ നൂഡിലിട്ടു. നന്നായി നൂഡിൽ വെന്തിട്ടുണ്ട്. പരത്തിയിടുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. അപ്പോൾ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ കോരി മാറ്റാം. ഇനി നമ്മൾ ചിക്കനിൽ 1 സ്പൂണോളം ഉപ്പും 1.5 കിലോ ചിക്കനാണ് എടുത്താണ്. അതിൽ 2 സ്പൂൺ പെപ്പറും ഇട്ടിട്ട് നമുക്ക് കുക്കറിൽ അടിക്കാം. 4 സ്റ്റീം വരെ ആക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ വെന്തു, അതിൻ്റെ ബോണൊക്കെ കളയാണ്. ഈ ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് ഗാർലിക്കും ഒനിയനും ഇട്ടു. അതിൽ ടൊമാറ്റോ സോസ് ഒഴിച്ചു. ഇത് കാശ്മീരി ചില്ലി പേസ്റ്റാണ്. അപ്പോൾ കുറച്ച് ബ്ലാക്ക് പെപ്പർ ഇട്ടു. ഒരു 3 സ്പൂണോളം ബ്ലാക്ക് പെപ്പർ ഇട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി സോസ് ഒരു 4 സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്. നമ്മൾ ടൊമാറ്റോ സോസ് ഒരു 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്.
ഒരു സോയ സോസ് അധികം ഒഴിക്കേണ്ട, നമ്മളൊരു ജസ്റ്റ് ഒരു 2 സ്പൂണോളമാണ് ഒഴിച്ചാണ് സോയ സോസ്. ഞാൻ ആദ്യം ഒന്നുകൂടി പറയാം, സൺഫ്ലവർ ഓയിലിൽ നമ്മൾ ഗാർലിക്കും ഒനിയനും ചോപ്പ് ചെയ്ത ഒനിയനും ഇട്ടു, നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു, ചില്ലി സോസ് ഒഴിച്ചു, ബ്ലാക്ക് പെപ്പർ ഇട്ടു, നല്ല തിക്കാക്കാം. അതിലേക്ക് കുറച്ച് ലീക്സ് ഇടാം, കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. നന്നായിട്ട് ആ ഗ്രേവി തിക്കാക്കാം. നല്ല തിക്കായിട്ടുണ്ട്. എനിക്ക് വിനീഗർ ഒരു 3 കാർപ്പോളം വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. ഒരു 4 സ്പൂണോളം പഞ്ചസാര ഇപ്പോൾ അതിലിട്ടിട്ടുണ്ട്. നല്ല തിക്കായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് സ്മെല്ലും ഉണ്ട്. അതിലേക്ക് ക്യാബേജ്, ക്യാപ്സിക്കം നമ്മൾ ഇപ്പോൾ 3 കളർ കിട്ടിയില്ലെങ്കിൽ 1 കളറായാലും കുഴപ്പമില്ല കേട്ടോ. 3 കളർ കിട്ടിയാണ്ട് വാങ്ങിച്ചു എന്നുള്ളൂ. അതിൽ ക്യാബേജ്, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക, ഒന്ന് ആ ഫ്ലേവറൊക്കെ നന്നായി പിടിക്കുന്നത് പോലെ നന്നായി മിക്സ് ചെയ്യുക. ആ ഗാർലിക്കിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഗാർലിക്കാണ് മെയിനായിട്ട് അതിൻ്റെ ഫ്ലേവർ കിട്ടുന്ന സംഭവം. അപ്പോൾ അതിൽ സെല്ലറി, ഒനിയൻ ലീക്സ് ഇതിട്ടിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. ഇതൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങളാണ്. ഹോട്ടലിൽ പോയിട്ട് നമ്മൾ എന്തിനാണ് എന്താ പറയുക, ഇപ്പോൾ കൊറോണ കാലമൊക്കെ അല്ലേ, വീട്ടിലുണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അമേരിക്കൻ ചോപ്സിയാണ്. ശരിക്കും ഹോട്ടലിൽ എങ്ങനെ ഉണ്ടാക്കണം അതേ രീതിയാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിക്കണേ. എന്തായാലും പിള്ളേർക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഇതിൽ നമ്മൾ അജിനോമോട്ടോ വേറെ കളറൊന്നും ആഡ് ചെയ്യണ്ട. അതിൽ ചിക്കൻ വേവിച്ച്, നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതെന്തായാലും വീട്ടിലെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. കാരണം യൂട്യൂബിൽ, മലയാളം യൂട്യൂബ് ചാനലിൽ ഫസ്റ്റായിട്ടാണ്, നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ അമേരിക്കൻ ചോപ്സി ഉണ്ടാക്കണേ. അപ്പോൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അമേരിക്കൻ ചോപ്സിയാണ്. അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ഞങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ചധികം നൂഡിലുള്ളതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണേ. എന്നിട്ട് അത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊരു തള വരട്ടെ. നല്ല തള വന്നു ഇപ്പം നന്നായി തിളച്ചു. ഇപ്പം നമ്മൾ അതിലേക്ക് കോൺഫ്ലവർ, നേരത്തെ പറഞ്ഞ പോലെ കോൺഫ്ലവർ ആഡ് ചെയ്തു. വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കലക്കുക, ഇട്ട് ഒഴിക്കുക. നല്ല തിക്കാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗ്രേവി. ഗ്രേവി നല്ല സൂപ്പറായിട്ട് തിക്കായിട്ടുണ്ട്. നല്ല ടേസ്റ്റി സ്മെല്ലും. ആഹാ, എന്താ സ്മെല്ല്! ഇപ്പം നല്ല തിക്കായിട്ട് ഗ്രേവി വന്നു. ഇനി സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തു. അതിലേക്ക് നൂഡിലിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ആ ഗ്രേവി സോസ് ഒഴിക്കുക.
ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്, എന്തായാലും സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ. നന്നായിട്ട് നമ്മളെല്ലാ ഭാഗത്തേക്കും സോസ് ഒഴിച്ചിട്ടുണ്ട്. അടിപൊളി. ഇനി അതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലറി ഒനിയനും അതുപോലെ ക്യാരറ്റും കൂടിയിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വെച്ചു. കാണുമ്പോൾ എൻ്റെ നല്ല സ്റ്റൈലാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇനി അതിലേക്ക് ബുൾസായി. ഇപ്പം നമ്മൾ അതിൽ വലിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമ്മൾ 4 ബുൾസായി ആണ് എടുത്താണ്. അപ്പോൾ 4 ബുൾസായി, ചിലർക്ക് ബുൾസായി ഇഷ്ടമില്ലാത്തവർ കുഴപ്പമില്ല. നമ്മളതിൽ 4 ബുൾസായി അതിൽ ആഡ് ചെയ്തിട്ട് ഗാർണിഷിങ് കഴിഞ്ഞ് ഇനി മിക്സിങ് ആണ്. ഇപ്പോൾ ശരിക്കും ഫോർക്കും സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് ഇത്ര വലിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമ്മൾ ചട്ടകൊക്കെ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ശരിക്കും എല്ലാതും മിക്സ് ചെയ്ത് നല്ല കറക്റ്റ് പൊസിഷനിലാണ്. അപ്പോൾ സോസും നൂഡിലൊക്കെ നന്നായിട്ട് മിക്സ് ആക്കാണ്. അടിപൊളി സ്മെല്ലും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതി വരുന്നില്ലേ? ബുൾസൈയും അതൊക്കെ മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് ഫ്ലേവറോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണുമ്പോൾ? ഇനി ടേസ്റ്റ് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയാൽ മതി നിങ്ങളുടെ വ്യത്യസ്തമായിട്ട് വീഡിയോസ്. സൈനിങ് ഓഫ് ഡിറ്റിനോടൊപ്പം 5 മച്ചാന്മാരും. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ